ഞാനും റൗഡിതാൻ എന്ന ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും അവർ ധരിച്ച വസ്ത്രങ്ങളുടെ വരെ പകർപ്പവകാശം തങ്ങൾക്കാണെന്ന് നടൻ ധനുഷിന്റെ നിർമ്മാണ സ്ഥാപനമായ വണ്ടർബാർ ഫിലിംസ് മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചു. ചിത്രത്തിലെ നായികയെന്ന നടി നയൻതാര നെറ്റ്ഫ്ലിക്സിൽ സംപ്രേഷണം ചെയ്ത നയൻതാര ബിയോണ്ട് ദ ഫ്രെയിൻഡെയിൽ എന്ന ഡോക്യുമെന്ററി ചിത്രത്തിന്റെ BTS രംഗങ്ങൾ അനുമതി കൂടാതെ ഉപയോഗിച്ചു. ഇത് പകർപ്പവകാശ നിയമത്തിന്റെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതാണെന്ന് ധനുഷിന്റെ അഭിഭാഷകൻ PS രാമൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നടപടിക്രമം പാലിക്കാതെ കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് ഓൺലൈൻ സ്ട്രീമിംഗ് കമ്പനിയായ നെറ്റ്ഫ്ലിക്സും രംഗത്തെത്തി. ധനുഷിന്റെ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നതല്ലായിരുന്നു നെറ്റ്ഫ്ലിക്സിന്റെ വാദം. ഇരു ഭാഗങ്ങളുടെയും വാദങ്ങൾ രേഖപ്പെടുത്തിയ കോടതി വിധി പറയുന്ന തീയതി വ്യക്തമാക്കാതെ മാറ്റി. നവംബർ 18 നെറ്റ്ഫ്ലിക്സ് നയൻതാരയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി റിലീസ് ചെയ്തത്. ധനീഷ് നിർമ്മിച്ച് വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നയൻതാര മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്ത നാനി റൗഡിതാൻ എന്ന ചിത്രത്തിന്റെ മേക്കിംഗ് ദൃശ്യങ്ങൾ ഡോക്യുമെന്ററി ഉൾപ്പെടുത്തിയിരുന്നു. ഇത് ഉപയോഗിക്കാൻ ധനുഷിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് നയൻതാരയുടെ മൊബൈൽ ഭാഗത്തെ ചില വീഡിയോകൾ ഡോക്യുമെന്ററിയിൽ ചേർത്തു. എന്നാൽ ഡോക്യുമെന്ററിയിൽ നാനും റൗഡിതാൻ എന്ന ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെതിരെ ധനുഷ് 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ധനുഷിനെതിരെ നയൻതാര സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചോടെ സംഭവം പുറത്തറിയുന്നത്. 3 സെക്കൻഡ് വരുന്ന ദൃശ്യത്തിന് ധനുഷ് 10 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും ഇത് ശരിയായ നടപടിയല്ലെന്നും നയൻതാര പറഞ്ഞു. ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് നയൻതാര ഉന്നയിച്ചത്.